1828 മെയ് 8 ലെബനനിലെ ബക്കാഫ്ര താഴ്വരയിൽ യൂസഫ് ആന്റണി മക്ലൂഫ് എന്ന വിശുദ്ധ ഷാർബൽ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ അസാധാരണമായ ആത്മീയതയും ഭക്തിയും പ്രകടിപ്പിച്ചിരുന്ന യൂസഫ് ഇടവേളകളിലെല്ലാം സമീപത്തുള്ള പരിശുദ്ധ അമ്മയുടെ ഗ്രോട്ടോയിൽ ഏകാന്തമായി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമായിരുന്നു. തന്റെ 23-ാം വയസ്സിൽ മാരോനൈറ്റ് സന്യാസ സമൂഹത്തിൽ ചേർന്ന അദ്ദേഹം 2-ാം നൂറ്റാണ്ടിലെ രക്തസാക്ഷിയായ എദേസയിലെ വിശുദ്ധ ഷാർബലിന്റെ നാമം സ്വീകരിച്ചു. വിശുദ്ധ ഷാർബലിനെ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളിലെല്ലാം താഴേക്ക് നോക്കുന്ന ഒരു വിശുദ്ധനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർ പോലും വിശുദ്ധ ഷാർബലിന്റെ മുഖം കണ്ടിട്ടില്ലെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. തന്റെ ജീവിത വീഥികളിലെല്ലാം ലോകത്തിന്റെ കളങ്കമേശാതെ തന്നെ കാത്തു സൂക്ഷിക്കുവാനായി വിശുദ്ധ ഷാർബൽ മുഖം കുനിച്ചാണ് നടന്നിരുന്നത്. ദേവാലയത്തിലായിരിക്കുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ കാണാൻ എന്നവണ്ണം മുഖം ഉയർത്തിപ്പിടിച്ചിരുന്നു. താപസ ജീവിതമായിരുന്നു വിശുദ്ധ ഷാർബൽ നയിച്ചിരുന്നത്. ആരാലും അറിയപ്പെടാതെ ദിവസത്തിൽ ഒരു നേരം മാത്രം ഭക്ഷിച്ച് മുഴുവൻ സമയവും നിശബ്ദതയിലായിരുന്ന പ്രാർത്ഥനയിലും പ്രായശ്ചിത്ത പ്രവർത്തികളിലുമായിരുന്ന ഷാർബലിനെ ദൈവം അത്യധികം ഉയർത്തി. 26,000-ത്തിലധികം അത്ഭുതങ്ങളാണ് വിശുദ്ധ ഷാർബലിന്റെ മധ്യസ്ഥതയിൽ നടന്നതായി സഭ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാത്രിയുടെ യാമങ്ങളിൽ ഏറെ നേരം പ്രാർത്ഥനയിൽ ആയിരിക്കാറുണ്ടായിരുന്ന വിശുദ്ധ ഷാർബൽ ഒരു ദിവസം വിളക്കിൽ ഒഴിക്കുവാനായി എണ്ണ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കബളിപ്പിക്കുവാനായി കൂടെയുള്ളവർ വെള്ളമാണ് നൽകിയത്. കുറച്ചു നേരത്തിന് ശേഷം സന്യാസിമാർ കാണുന്നത് വിളക്ക് കത്തി നിൽക്കുന്നതും വിശുദ്ധൻ സമീപത്തായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതുമാണ്. ആ രാത്രി മുഴുവൻ ആ വിളക്ക് കത്തി നിന്നിരുന്നു. ഏകാന്തതയിൽ താപസ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്ന വിശുദ്ധ ഷാർബൽ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടവും അങ്ങനെ തന്നെയാണ് ചെലവഴിച്ചത്. ജീവിച്ചിരുന്നപ്പോൾ അധികം ആരാലും അറിയപ്പെടാതിരുന്ന ഈ വിശുദ്ധന്റെ മരണശേഷം അനേകം അത്ഭുതങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. വിശുദ്ധ ഷാർബലിന്റെ മരണത്തിന് കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് ഒരു പ്രകാശ പ്രസരണം ആരംഭിച്ചു. പിന്നീടുള്ള അന്വേഷണത്തിൽ മാറ്റങ്ങളൊന്നുമില്ലാത്ത അഴുകാത്ത ശരീരം കാണപ്പെട്ടു. വിയർപ്പും രക്തവും കലർന്ന ദ്രാവകം അടുത്ത 65 വർഷത്തേക്ക് ജീവനുള്ള ശരീരത്തിൽ നിന്നെന്ന പോലെ പുറത്തു വന്നുകൊണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനകളിലെല്ലാം ഒരു ദൈവശക്തിയുടെ ഇടപെടൽ ഇതിൽ പ്രകടമാണെന്ന കണ്ടെത്തലാണ് വൈദ്യശാസ്ത്രം നൽകിയത്. ജീവിച്ചിരുന്ന നാളുകളിൽ ആരാലും അറിയപ്പെടാതിരുന്ന ലോകത്തിന്റെ മാലിന്യമേശാതെ തന്നെ കാത്തു സൂക്ഷിച്ച വിശുദ്ധൻ ഷാർബലിന്റെ മധ്യസ്ഥതയാൽ പിന്നീട് അനേകം രോഗസൗഖ്യങ്ങളും മാനസാന്തരങ്ങളും വിടുതലുകളും സംഭവിച്ചു. സ്വർഗത്തിലെ വൈദ്യൻ എന്നുകൂടി അറിയപ്പെടുന്ന വിശുദ്ധ ഷാർബലിന്റെ മാധ്യസ്ഥം ഇന്നും കത്തോലിക്ക സഭ യാചിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.